മൈ യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ്. പരനയൻ പ്രിയ യേശുവേ, തരണം കൃപകൾ മാറിപോൽ, മരണം വരെയും കരുതിടുവാൻ ശരണം നീ ഒഴിഞ്ഞാരുള്ളൂ. മരണം വരെയും കരുതിടുവാൻ ശരണം നീ ഒഴിഞ്ഞാരുള്ളൂ. പരനയൻ പ്രിയ യേശുവേ, തരണം കൃപകൾ മാറിപോൽ, അതിശയമായ പുതുവരം അനുഗ്രഹം നാഥ ചൊരിക നീ. അടിമകളിത പാദമായതിലഭയം തേടുന്നു ദൈവമേ, അടിമകളിത പാദമായതിലഭയം തേടുന്നു ദൈവമേ. പരനയൻ പ്രിയ യേശുവേ, തരണം കൃപകൾ മാറിപോൽ, പരനയൻ പ്രിയ യേശുവേ, തരണം കൃപകൾ മാറിപോൽ. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. ജനസിസ് ചാപ്റ്റർ 10 വേഴ്സ് 16 and 17. Jebusian, Ammonian, and the Jebusite and Amorite and the Girgasite, Girgasian, Hivian, Arkian, Senior, and the Hivite and the Arkite and the Sinai. നമുക്ക് സെക്കൻഡ് സെക്ഷനിലേക്ക് പോവാം. റിക്വയറിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. ദിസ് ഈസ് ദ സീക്രട്ട് ടു എ ലൈഫ് സ്റ്റൈൽ ഓഫ് വർഷിപ്പ്, ഡൂയിങ് എവറിഥിങ് ആസ് ഇഫ് യു were doing it for Jesus. The message paraphrase says, take your everyday ordinary life, your sleeping, eating, going to work and walking around life, and place it before God as an offering. Work becomes worship when you dedicate it to God and perform it with an awareness of His presence. When I first fell in love with my wife, I thought of her constantly while eating breakfast, driving to school, attending class, waiting in line at the market, pumping gas. I could not stop thinking about this woman. I often talked to myself about her and thought about all the things I loved about her. This helped me feel close to Kay, even though we live several hundred miles apart and attended different colleges. By constantly thinking of her, I was abiding in about fall in love with Jesus. നമുക്ക് തേർഡ് സെഷനിലേക്ക് പോവാം. പ്രൊവേഴ്സ് ചാപ്റ്റർ 9 വേഴ്സ് 11. ഞാൻ മുഖാന്തരം നിന്റെ നാളുകൾ പെരുകും, നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ഫോർ ബൈ മീ thy days shall be multiplied and the years of thy life shall be increased. ഫോർത്ത് സെഷനിലേക്ക് പോവാം. മാത്യു ചാപ്റ്റർ 2 വേഴ്സ് 23. മത്തായി 2:23. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാവാൻ തക്കവണ്ണം നസറേത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. And he came and dwelt in a city called Nazareth, that it might be fulfilled which was spoken by the prophets, he shall be called a Nazarene. നമുക്ക് ഫിഫ്ത്ത് സെഷനിലേക്ക് പോവാം. ഫോർ ചിൽഡ്രൻ. ദൈവം തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു. ഹോശേയ 11:1-14 വരെ. ജനത്തിൻ്റെ നീതികേടിനെതിരെ ശക്തമായി പ്രതികരിച്ച മറ്റൊരു പ്രവാചകനാണ് ഹോശേയ. ഇവിടെ അവൻ ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള ദയവും സ്നേഹവും പറഞ്ഞു തരുന്നു.
യഹോവ പറയുന്നു, ഇസ്രായേൽ ഒരു ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. എൻ്റെ മകനെ പോലെ ഞാൻ അവനെ ഈജിപ്തിൽ നിന്ന് വിളിച്ചു വരുത്തി. എന്നാൽ ഞാൻ അവനെ വിളിക്കും തോറും അവൻ എന്നിൽ നിന്നും കൂടുതൽ അകന്നുപോയി. എൻ്റെ ജനം ബാലിന് യാഗമർപ്പിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. ഞാൻ നടക്കാൻ പഠിപ്പിച്ച വിധമൊക്കെ അവർ മറന്നു കളഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് അവർ വഴുതി മാറി. ഞാൻ സ്നേഹം കൊണ്ടും ഭയം കൊണ്ടും അവരെ എന്നിലേക്ക് അടുപ്പിച്ചു. ഞാൻ അവരെ എടുത്ത് എൻ്റെ കവിൾത്തടത്തിൽ ചേർത്തു. ഞാൻ താണിറങ്ങി അവരെ പുലർത്തി. നെക്സ്റ്റ് ഹെഡിങ്ങാണ് ദൈവം നന്മ ഇഷ്ടപ്പെടുന്നു. മീഖ 6:6-8 വരെ. ആമോസിന് ശേഷമാണ് പ്രവാചകനായ മീഖ ജീവിച്ചിരുന്നത്. ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ചും ജനം എന്ത് ചെയ്യുമെന്നും അവർ ജനത്തെ ഓർമ്മിപ്പിച്ചു. സ്വർഗത്തിലെ ദൈവമായ യഹോവയെ ആരാധിക്കുവാൻ വരുമ്പോൾ ഞാൻ എന്ത് അങ്ങയുടെ മുൻപാകെ കൊണ്ടുവരും? എൻ്റെ നല്ല മൃഗങ്ങളെ ഞാൻ യാഗം കഴിക്കണമോ? ആയിരക്കണക്കിന് കോലാട്ടുകൊറ്റന്മാരെയോ ഒരു നദി തൈലമോ ഞാൻ കൊണ്ടുവന്ന യഹോവ പ്രസാദിക്കുമോ? എൻ്റെ പാപത്തിന് ഭാരമായി മൂത്ത മകനെ അവന് ബലി അർപ്പിക്കണമോ? വേണ്ട. എന്താണ് നല്ലതെന്ന് യഹോവ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, എല്ലാവരോടും എപ്പോഴും കരുണ കാണിക്കുക, താഴ്മയോടെ ജീവിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ഇനി നമുക്ക് കണ്ടന്റിലേക്ക് പോകാം. കണ്ടന്റ് തുടങ്ങുന്നത് ഉൽപ്പത്തി, ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തിയാണ്. യെബൂസ്യൻ, അമോര്യൻ. ഇവിടെ വംശാവലി ആയതുകൊണ്ട് പേരുകൾ മാത്രം നമുക്ക് ഉള്ളൂ. അത് നമ്മൾ അതുപോലെ ഒന്ന് വായിക്കുകയാണ്. ആൻഡ് ദ ജബൂസൈറ്റ് ആൻഡ് അമോരൈറ്റ് ആൻഡ് ദ ഗിർഗസൈറ്റ്, ഗിർഗഷ്യൻ, ഹിവ്യൻ, അർക്കൻ, സീനിയൻ, ആൻഡ് ദ ഹിവൈറ്റ് ആൻഡ് ദ അർക്കൈറ്റ് ആൻഡ് സീനൈറ്റ്. സെക്കൻഡ് സെഷൻ റിക്വാറിൻ്റെ ബുക്കിൽ നിന്ന് ഒരു പോയിന്റ് മാത്രം എടുത്ത് വായിക്കുകയാണ്. ദ പർപ്പസ് ഡ്രിവൺ ലൈഫിൽ വർക്ക് ബിക്കംസ് വർക്ക്ഷിപ്പ് when you dedicate it to God and perform it with an awareness of His presence. Third session Proverbs, സദൃശവാക്യങ്ങൾ. ഞാൻ മുഖാന്തരം അല്ലെങ്കിൽ ദൈവം മുഖാന്തരം മനുഷ്യൻ്റെ നാളുകൾ പെരുകും എന്നും നമുക്ക് ദീർഘായുസ് ഉണ്ടാകുമെന്നും ദൈവത്തിൻ്റെ വചനം പറയുന്നു. For by me thy days shall be multiplied and the years of thy life shall be increased. യേശു നസറായൻ എന്ന് ഫോർത്ത് സെഷനാണ്. യേശു നസറായൻ എന്ന് വിളിക്കപ്പെടുമെന്നും പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചെയ്ത് നിവൃത്തിയാവാൻ തക്കവണ്ണം നസ്രേത്ത് എന്ന ഗ്രാമത്തിൽ പോയി പാർത്തു. പ്രവചനം 100% സത്യമാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയും. ആൻഡ് ഹി കെയിം ആൻഡ് ഡ്വെൽറ്റ് ഇൻ എ സിറ്റി കോൾഡ് നാസറേത്ത്, ദാറ്റ് ഇറ്റ് മൈറ്റ് ബി fulfilled which was spoke by the prophets, he shall be called a Nazarene. എല്ലാ സെഷനും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്.